ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പെയിൻറ്റിങ് വീഡിയോ ആയിട്ടാണ്. മെജോറിറ്റി എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇഷ്ടം ഞാൻ ചെയ്യുന്ന പെയിൻറ്റിങ്സ് ആണെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എന്നെ സ്പെഷ്യലി കണ്ട് സംസാരിക്കുന്നവരും ഒത്തിരി ആൾക്കാർ പെയിൻറ്റിങ്സ് ഇഷ്ടമാണെന്ന് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ എന്താ അതുപോലെ ഒരു വർക്കായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ചെയ്തതിൽ വെച്ചൊരു അടിപൊളിയായിട്ടുള്ളൊരു വർക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വർക്കാട്ടോ. അപ്പോൾ നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഇതൊക്കെ പോസ്റ്റ് ചെയ്യുന്നതിനെ പറ്റി പറയുകയാണെങ്കിൽ കുറച്ചധികം ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ. അപ്പോൾ മോളുമായിട്ടൊക്കെ വരുന്നതല്ലേ, എങ്ങനെയാണ് സിറ്റുവേഷൻ എന്ന് നമുക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് കുറച്ചധികം പെയിൻറ്റിങ്സും ഒന്ന് രണ്ട് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഇടയിൽ വീഡിയോ ഇടാം കേട്ടോ. ഇവിടെ ഞാൻ സെറ്റാവുന്നത് വരെ അതൊക്കെ തന്നെയായിരിക്കും എൻ്റെ വീഡിയോസ്. അപ്പോൾ ഒന്ന് ക്ഷമിക്കാം. അപ്പോൾ ഇതുപോലെ ഡാർക്ക് ബ്ലൂവിൽ നിന്ന് ലൈറ്റ് ബ്ലൂവിലേക്ക് വന്ന് അതിനുശേഷം ഗ്രീനിൽ അവസാനിക്കുന്ന രീതിയിലൊരു ബ്ലെൻഡഡ് ആയിട്ടുള്ള ലുക്ക് കൊടുത്തു. നേരത്തെ തന്നെ ബേസ് കോട്ട് വൈറ്റ് അടിച്ച് നല്ല സെറ്റാക്കിയിട്ടുള്ള ബോർഡിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്നും ചെയ്യുന്ന പോലെ സീനറി പെയിൻറ്റിങ് ആണോ എന്ന് ചോദിച്ചാൽ സീനറി തന്നെ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് രണ്ടരയെണ്ണം നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ ഒരു ലുക്കിലേക്കാണ് നമ്മൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ സീനറി പെയിൻറ്റിങ് ഇഷ്ടപ്പെടുന്നതിന് കൂട്ടത്തിൽ തന്നെ ഇതുപോലുള്ള കുറച്ചും കൂടി ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള കുറച്ചും കൂടി പണി കിട്ടിയ വർക്കാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം സീനറി പെയിൻറ്റിങ് ചെയ്യുന്നതിനേക്കാൾ ഒന്നുകൂടി നമ്മൾ ശ്രദ്ധിച്ച് കുറച്ചും കൂടി സമയം സ്പെൻഡ് ചെയ്ത് ചെയ്യുന്ന ഒരു വർക്കാണ്. അപ്പോൾ ബേസ് കോട്ടായിട്ട് നമ്മൾ വൈറ്റ് നല്ല രീതിയിൽ ഉണങ്ങിയതിന് ശേഷം മാത്രം നല്ല കളർഫുള്ളായിട്ടുള്ള ബേസ് കൊടുത്തെടുക്കുക. പിന്നെ അരയണ്ണത്തിൻ്റെ ആ ഒരു കളർ വെച്ചിട്ട് ബാക്ക്ഗ്രൗണ്ടിലെ കളേഴ്സ് നമ്മൾ ചൂസ് ചെയ്യണം കേട്ടോ. അരയണ്ണം വൈറ്റ് ആണ്, അപ്പോൾ ആ വൈറ്റ് നല്ല രീതിയിൽ അട്രാക്റ്റീവായിട്ട് എടുത്ത് നിൽക്കണം. അപ്പോൾ ആ ഒരു ലുക്ക് കിട്ടുന്ന രീതിയിലുള്ള കളേഴ്സൊക്കെ ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇതുപോലെ ബ്ലൂ തന്നെ കൊടുക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. അപ്പോൾ നമുക്കൊരു ഷെയ്ഡിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ വൈറ്റ് അടിച്ചിട്ട് ആ ഒരു ഇമേജിൻ്റെ ഔട്ട്ലൈൻ ഒന്ന് നമ്മൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ആ ഒരു പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള ലുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് കുറച്ച് ഗ്രേ കളറൊക്കെ വെച്ചത് ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതുപോലെ നമ്മൾ കംപ്ലീറ്റ് ആ ഒരു ഗ്രേ കളർ ഫില്ല് ചെയ്തതിന് ശേഷം ഒന്നും കൂടി ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള പോർഷൻ എടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് പ്യുവർ വൈറ്റ് വെച്ചിട്ട് കുറച്ച് ലൈൻസും കൂടി ഇട്ടിട്ട് ആ ഒരു ഭാഗം നമ്മൾ കവർ ചെയ്തെടുത്തു. അപ്പോൾ ഇതുപോലെയൊക്കെയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ആ ഒരു പോർഷൻ നമ്മൾ ആ ഒരു ചിറകിൻ്റെ അടുത്തും അതുപോലെ തന്നെ കഴുത്ത് വരുന്ന ഭാഗത്തൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ഡാർക്ക് കളർ ആയതുകൊണ്ട് തന്നെ ഒന്നും കൂടി നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കണമെങ്കിൽ കുറച്ചധികം ഒരു 3, 4, 5 കോട്ട് നമ്മൾ ഈ ഒരു അരയണത്തിന് കളർ കൊടുക്കേണ്ടതായിട്ട് വരും. നല്ല തിക്കായിട്ടുള്ള കോട്ടനെ കൊടുക്കണം, വെള്ളം ചേർക്കാത്തൊരു കോട്ടനെ അടിച്ചു കൊടുക്കണം. ലാസ്റ്റ് ഫിനിഷിങ്ങിൽ ഒരുപാട് ഇങ്ങനെ ലൈൻസ് ഒന്നും വരാത്ത രീതിയിൽ നല്ല നീറ്റായിട്ടുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മിക്സിങ് തന്നെ ആയിരിക്കണം. അപ്പോൾ ഈ ഒരു ഗ്രേ കളർ ടോണൊക്കെ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒത്തിരി ബ്ലാക്ക് ആഡ് ചെയ്ത് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ആ ഒരു ഫിനിഷിങ്ങിനെ ബാധിക്കും. അപ്പോൾ ആ ഒരു ഭാഗമൊക്കെ നമ്മൾ നല്ല നീറ്റായിട്ട് വൈറ്റുമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ആ ഒരു ഗ്രേ കളർ ടോൺ ഓക്കെ ആണോ എന്ന് നോക്കി, അതായത് നമ്മൾ വേറൊരു പേപ്പറിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ജസ്റ്റ് ടച്ച് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ കംപ്ലീറ്റ് കവർ ചെയ്തെടുക്കുക. നമ്മൾ ഇന്നത്തെ ഈ ഒരു വർക്കിൽ മെയിനായിട്ടുള്ള അരയന്നം തന്നെയാണ്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ കുളത്തിൽ കുറച്ച് താമരയും അതുപോലെ തന്നെ അതിൻ്റെ ഇലകളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം കൂടി കംപ്ലീറ്റ് നല്ല രീതിയിൽ കിട്ടണമെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗം നല്ല നീറ്റായിട്ടൊന്ന് ഫിനിഷ് ചെയ്തിട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറം നിൽക്കുന്ന അരയണത്തിൻ്റെ കൂടെ അപ്പുറം നിൽക്കുന്ന അരയണത്തിൻ്റെ കുറച്ചൊരു നിഴൽ പോർഷൻ പോലത്തെ നമുക്ക് ഭാഗം സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയൊരു ലൈറ്റ് ഷെയ്ഡ് ഗ്രേ കളർ യൂസ് ചെയ്തിട്ട് ആ ഒരു വാലിൻ്റെ പോർഷൻ നമ്മളൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ട് സെപ്പറേറ്റ് ആണെന്നുള്ളൊരു ടോൺ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വൈറ്റ് വെച്ചിട്ട് അതിൻ്റെ ആ ഒരു ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള പോർഷനും ഒന്ന് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ഓറഞ്ച് കളർ വെച്ചിട്ട് ചുണ്ടും കൂടി നമ്മൾ ചെയ്തെടുത്ത കൊക്കുണ്ടല്ലോ, ആ ഭാഗം കൂടി നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം തന്നെ നല്ല ഒരു വൈറ്റിൽ ഒന്നും കൂടി കുറച്ചും കൂടി എടുത്ത് നിൽക്കുന്ന ഒരു ഇതേ ലുക്ക് കിട്ടിയിട്ടുണ്ട്. അതേ കുറച്ചും കൂടി നീട്ടിയിട്ട് നമ്മൾ കണ്ണിൻ്റെ പോർഷനും കൂടി ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ ഒരു അരയണത്തിൻ്റെ ചുണ്ടിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ്ങിൻ്റെ ഭാഗത്ത് ബ്ലാക്ക് കളർ വെച്ചത് ഇതുപോലെ ചെറിയൊരു ഡിസൈനും കൂടി ഉണ്ട്, അതൊക്കെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അരയണത്തിൻ്റെ പരിപാടി ഓൾമോസ്റ്റ് ഫില്ലായിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ഒരു ഗ്ലെയർ വേണം വെള്ളത്തിൽ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് താമരയും അതുപോലെ തന്നെ താമരേൻ്റെ ഇലകളൊക്കെ നമ്മൾ ആ ഒരു കുളമോ പുഴാന്നോ എന്ത് വേണമെങ്കിലും പറയാം, ആ ഒരു സ്ഥലത്ത് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചൊരു അതിൻ്റെ ഔട്ട്ലൈൻ ഒന്ന് ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. താമരേൻ്റെ ഇലകൾ അറിയാലോ, ഒരു വിടർന്ന് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ലുക്കാണ്. അതുപോലെ നമ്മളൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് കംപ്ലീറ്റ് ഒന്ന് ഫില്ല് ചെയ്തെടുക്കുക. അതിന് ശേഷം മാത്രം അതിൻ്റെ ഉള്ളിലത്തെ ഡീറ്റെയിലിംഗ് ചെയ്യാൻ വേണ്ടി നോക്കാം കേട്ടോ. അതിൻ്റെ ഉള്ളിൽ വരുന്ന ഡീറ്റെയിലിംഗ് എന്താണെന്ന് വെച്ചാൽ ഡാർക്ക് കളർ പോർഷനായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്തെടുക്കണം. അതിനുശേഷം ലൈറ്റായിട്ടുള്ള ഷെയ്ഡ് കൊടുത്തിട്ട് ആ ഒരു ലൈറ്റിൻ്റെ ഭാഗത്ത് വരുന്ന പോർഷൻ ഒന്ന് ലൈറ്റ് ടേൺ ചെയ്തെടുക്കണം. അതിനുശേഷം ഗ്ലെയർ ആയിട്ട് വരുന്ന പോർഷൻ വെള്ളത്തിൽ കൊടുക്കണം. അതുപോലെ തന്നെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള പോർഷനൊക്കെ അതിൻ്റെ ഉള്ളിൽ കൊടുക്കണം. നിഴൽ പോലത്തെ ഭാഗങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് ഡാർക്ക് കളർ വെച്ച് കൊടുക്കണം. ഇതൊക്കെയാണ് ഇനി ഇലകളിൽ ചെയ്യാനുള്ളത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇല വരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് പരത്തി നിൽക്കുന്ന ഒരു ഓവൽ ഷേപ്പിലാണ് വരച്ചെടുക്കേണ്ടത്. എന്നാൽ മാത്രമേ അതൊരു വെള്ളത്തിൽ നിൽക്കുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് മനസ്സിലാവുള്ളൂ. ഒരു ഇല പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ലുക്ക് കൊടുക്കരുത് കേട്ടോ. അതൊരു ഓവൽ ഷേപ്പിൽ
കിടന്ന് നിൽക്കുന്ന രീതിയിൽ തന്നെ കൊടുക്കണം. പിന്നെ ലൈറ്റ് ഷെയ്ഡ് വെച്ചിട്ട് ഇതുപോലെ നമ്മൾ കുറേ ഭാഗങ്ങളൊക്കെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഐഡിയ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി ആ ഒരു പോർഷനൊക്കെ കവർ ചെയ്തതിന് ശേഷം നമുക്ക് ഇനി ആ ഒരു വെള്ളത്തിൻ്റെ ഭാഗമൊക്കെ കുറച്ച് ഡാർക്ക് കളറാക്കി എടുക്കണം. എന്നാൽ മാത്രമേ ആ ഒരു ഇലകളൊക്കെ കുറച്ചും കൂടി ഹൈലൈറ്റിംഗ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ വെള്ളത്തിൻ്റെ ലുക്ക് കുറച്ചും കൂടി ഡാർക്കൻ ചെയ്ത് എടുക്കുമ്പോൾ നല്ല രീതിയിൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലൊരു എഫക്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ദൂരം കൂടുന്നതിനനുസരിച്ച് ഡാർക്കിൻ്റെ കളർ കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. എന്നാലും പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം ആ ഇല തുടങ്ങുന്ന ആ ഒരു ഭാഗത്ത് കുറച്ച് ഡാർക്ക് കളർ ഉണ്ടായിരിക്കണം. കാരണം നിഴൽ വരുന്ന രീതിയിലൊരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഈ ഒരു ഭാഗം ചെയ്തിട്ട് ഇലകൾ വരച്ചു കൊടുക്കുന്നതും നല്ലതായിരിക്കും കേട്ടോ. അന്നേരം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് കുറവായിരിക്കും. ഞാൻ ആദ്യം തന്നെ ഈ ഒരു കളറിൽ ചെയ്യേണ്ട, നോർമലുള്ള കളറിൽ തന്നെ ചെയ്യാമെന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഒരു ഇലകൾക്ക് അത്ര ഒരു എഫക്റ്റ് കിട്ടാത്ത പോലത്തെ ഒരു ലുക്ക് വന്നതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും കൂടി ഡാർക്ക് കളർ വെച്ചിട്ട് ആ ഒരു ഭാഗങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്തെടുക്കുക കേട്ടോ ചെയ്തത്. ഡാർക്ക് ഗ്രീൻ വെച്ചിട്ട് എന്നാൽ ഹൈലൈറ്റിംഗ് ആയിട്ട് നിൽക്കുന്ന രീതിയിൽ ഇലകൾക്കൊക്കെ കുറച്ച് യെല്ലോ കളർ കൂടുതൽ കൊടുത്തിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുത്തു. പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആവും. ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളത് ചെയ്ത് നോക്കുന്നതായിരിക്കും ഒന്നും കൂടി നല്ലത് കേട്ടോ. അപ്പോൾ എന്തായാലും വലിയൊരു സൈസിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ലിവിങ് സ്പേസിലും അതുപോലെ തന്നെ ഡൈനിങ് സ്പേസിലും പ്ലെയിൻ ആയിട്ടുള്ള ഏത് വോളിലും സെറ്റ് ചെയ്താലും നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ്. അപ്പം ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ലൈറ്റ് ഷെയ്ഡ് ഗ്രീൻ കളർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. യെല്ലോ കളറൊക്കെ ആഡ് ചെയ്തിട്ടാണ് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തത്. അപ്പോൾ ആ ഒരു പോർഷൻ കുറച്ചൊന്ന് ബ്ലെൻഡഡ് ആയിട്ടുള്ള ലുക്ക് വന്നതുകൊണ്ട് തന്നെ ഇലകൾ ഒന്നും കൂടി ഹൈലൈറ്റിംഗ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ യെല്ലോ കളർ വെച്ചിട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇലകളുടെ താഴെ ഭാഗത്ത് കുറച്ച് ഡാർക്കൻ കളർ കൊടുക്കുന്നുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ ഇല നിൽക്കുന്ന താഴെ ഭാഗം കുറച്ചും കൂടി ഡാർക്ക് കളറായിരിക്കും. അതിൻ്റെ നിഴലും ഷെയ്ഡും കാരണം വരുന്നതുകൊണ്ട് അപ്പോൾ ആ ഒരു അങ്ങനത്തെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഇലകൾ നിൽക്കുന്ന ആ ഒരു പോർഷൻ മാത്രം നമ്മളൊന്ന് ഗ്രീൻ കളർ അടിച്ചിട്ട് കുറച്ചും കൂടി ഡാർക്ക് ഗ്രീൻ അടിച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചുറ്റിലും ഞാൻ പറഞ്ഞല്ലോ താമരയും കൂടി നിൽക്കുന്ന ഒരു ലുക്കാണ് ഞാൻ കൊടുക്കുന്നതെന്ന്. അപ്പോൾ താമരപ്പൂ നിൽക്കുന്ന ആ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു റെഡ് കളർ മാർക്ക് ചെയ്തതിന് ശേഷം വൈറ്റ് കളർ വെച്ചത് ഇതുപോലെ കുറേ പെറ്റൽസും കൂടി നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തു. ഇങ്ങനെ ആ ഒരു പെറ്റൽസ് അറേഞ്ച് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് നമ്മൾ മുകളിൽ നിന്ന് തുടങ്ങി താഴെ ഒരു ഫിനിഷ് ചെയ്യുന്ന രീതിയിൽ ഒന്ന് വലിച്ചു കൊടുത്താൽ മാത്രം മതി. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നമുക്കൊരു കറക്റ്റ് ഒരു ഷേപ്പൊന്നും വേണമെന്നില്ല. പകരം അതിങ്ങനെ വെള്ളത്തിൽ നിൽക്കുന്ന പോലത്തെ ഒരു ലുക്കല്ലേ വേണ്ടത്. ഇതുപോലെ നമ്മൾ ചെയ്തെടുത്താൽ മതി. അങ്ങനെ 1-2 താമരകളും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഉള്ളിലൊരു ഓറഞ്ച് ഷെയ്ഡ് കൊടുത്തതുകൊണ്ട് തന്നെ നല്ല അട്രാക്റ്റീവായിട്ട് ഇരിക്കാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്ത വർക്കിൽ കുറച്ചധികം നേരം സമയം എടുത്തിട്ട് ഒത്തിരി അധികം മെനക്കെട്ട് ചെയ്തൊരു വർക്കാട്ടോ ഇത്. അതുകൊണ്ട് തന്നെ ആ ഒരു റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. താമര എന്നല്ല, നമ്മുടെ നാട്ടിൽ ഈ ഒരു വൈറ്റ് കളർ പൂത്താലി എന്ന് പറയും കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ വേറെ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ അത് വൈറ്റ് വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ലൈറ്റ് ഷെയ്ഡ് പിങ്ക് കളർ വെച്ചിട്ട് അതിൻ്റെ താഴത്തെ ആ ഒരു ഭാഗം നമ്മളൊന്ന് ചെറിയൊരു ലൈൻ ഇട്ടിട്ട് ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൻ പുറത്തെ വയലുകളിലൊക്കെ പോയാൽ കാണാൻ വേണ്ടി പറ്റും. നമുക്ക് ഈ ഒരു വൈറ്റ് പൂത്താലീൻ്റെ കൂടെ തന്നെ ആ ഒരു താമര പോലത്തെ പോവും. പക്ഷെ അത്രയും നമ്മൾ താമര എന്ന് പറയുന്നത് ആ ഒരു വലിയ സൈസിലുള്ളതല്ലേ. എന്നാൽ അത്രയും സൈസൊന്നും ഉണ്ടാവില്ല. എന്നാൽ കുഞ്ഞ് എനിക്കറിയില്ല ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന്. പിന്നെ ഇതിൻ്റെ ആ ഒരു കായ് ഭാഗം ഉണ്ടല്ലോ, താഴത്തെ ആ ഒരു തണ്ട് പോലത്തെ വരുന്ന ഭാഗം, അത് നമ്മളിങ്ങനെ പൊട്ടിച്ച് കഴിക്കാറുണ്ട്. അതിനെന്താ വേറെന്തോ പേരുണ്ട്. പേരറിയുന്ന കൂട്ടുകാരൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ആ ഒരു സാധനം കഴിക്കാനൊക്കെ എടുക്കും. നല്ലൊരു അരി പോലത്തെ ഒരു സാധനം. അപ്പോൾ ഞാനൊക്കെ കഴിച്ചിട്ടുണ്ട്. എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ അതും കൂടെ കൊടുത്തിട്ടുണ്ട്. ചുറ്റിലും പുല്ലൊക്കെ നിൽക്കുന്ന രീതിയിൽ ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രീൻ കളർ വെച്ചിട്ട് ഇങ്ങനെ വള്ളിയൊക്കെ നിൽക്കുന്ന രീതിയിൽ ലുക്കും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഈ ഒരു കളർഫുള്ളായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇനി എന്ത് തോന്നുന്നില്ല എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗത്തും കൂടി ചെറിയൊരു കാടിങ്ങനെ പടർന്ന് നിൽക്കുന്ന ഒരു ലുക്ക് കൊടുത്തതിന് ശേഷം കുറച്ച് കളർഫുള്ളായിക്കോട്ടെ എന്ന് കരുതിയിട്ട് കുറേ ഇങ്ങനെ അരി പോലത്തെ പൂക്കൾ നിൽക്കുന്ന രീതിയിലുള്ള ലുക്കും കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം, നമ്മൾ ആ ഒരു അരയന്നത്തിൻ്റെ ഗ്ലെയർ നിഴൽ പോലത്തെ ഒരു സംഭവം താഴെ കൊടുക്കണം. എന്നാൽ മാത്രമേ അത് വെള്ളത്തിൽ നിൽക്കുന്ന പോലത്തെ ഒരു ലുക്ക് കിട്ടുള്ളൂ. അതിന് ഞാൻ ചെയ്തത് എന്താ വെച്ചാൽ വൈറ്റ് കളർ പെയിൻറ്റ് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് കൈവച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. പിന്നെ വെള്ളത്തിൻ്റെ അലകൾ പോലത്തെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെയൊക്കെ ആയിട്ട് കുറച്ച് വെള്ള പെയിൻറ്റ് വെച്ചിട്ടൊന്ന് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ നല്ല രീതിയിൽ കവർ ചെയ്തെടുത്തതിന് ശേഷം ഒന്നും കൂടി ആ ഒരു അരയന്നത്തിൻ്റെ തൊട്ട് താഴെ ആ ഒരു ഷേപ്പിൽ തന്നെ വരുന്ന രീതിയിൽ കുറച്ച് വൈറ്റ് വെച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ഭാഗം ക്ലിയർ ചെയ്ത് കൊടുത്തു.
ഒരു നിഴല് പോലത്തെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിലിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്രീൻ കളർ വെച്ചിട്ട് ഒന്ന് ഫിനിഷ് ചെയ്തും കൂടെ കൊടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചെയ്തത്. ഒത്തിരി പെയിൻറ്റിങ് അറിയുന്ന ഒരാളൊന്നും അല്ല, എനിക്ക് പറ്റുന്ന രീതിയിൽ കവർ ചെയ്തെടുത്തു. പിന്നെ തെറ്റൊക്കെ വരുന്ന പോർഷൻ എനിക്ക് മനസ്സിലായ രീതിയിലൊന്നും കറക്റ്റ് ചെയ്തു, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ കുറച്ചും കൂടി ഡാർക്ക് കളർ കൊടുത്തിട്ട് അരേനെ ഞാൻ ഒന്ന് ഫില്ല് ചെയ്തെടുത്തു. എല്ലാം കൂടി ചെയ്തു വന്നപ്പോൾ കുറച്ചധികം മെനക്കെട്ട ഒരു പരിപാടി തന്നെ ആയിപ്പോയി. പിന്നെ ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് വേണ്ടായിരുന്നു എന്ന് തോന്നിയൊരു പോർഷൻ ഈ ഒരു വർക്കിൽ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ അതെനിക്ക് മാറ്റാനും തോന്നിയിട്ടില്ല. മാറ്റിക്കഴിഞ്ഞാൽ വൃത്തികേടാവുമോ എന്നുള്ളൊരു ടെൻഷൻ കൊണ്ട് ഞാൻ പിന്നെ മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാനൊരു കൊമ്പ് വരുന്ന പോലെ ഇങ്ങനെ കൊടുത്തിട്ട് അതിൽ കുറച്ച് ലീഫും കൂടെ കൊടുത്തു. പക്ഷേ നിങ്ങൾക്കിനി അത് ഇഷ്ടപ്പെട്ടോ, അത് വേണ്ടായിരുന്നോ, എന്ത് തോന്നി എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്കത് ഭയങ്കര റിഗ്രറ്റായിട്ട് ഫീൽ ചെയ്തു. പിന്നീട് ഞാൻ കുറേ 1-2 ദിവസം ഞാൻ പറഞ്ഞുകൊണ്ടേ ഇരുന്നിട്ടുണ്ടായിരുന്നു അത് വേണ്ടായിരുന്നു അമ്മേനോടാണ് പറഞ്ഞത് കേട്ടോ. അത് കളയട്ടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നു. അമ്മേൻ്റെ അവസാനം നമുക്ക് നല്ല ഭ്രാന്ത് തോന്നും. അമ്മ പറഞ്ഞു അത് കളഞ്ഞാൽ ഇനി വൃത്തിയിടാം ആ ഒരു പോർഷൻ, അതവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അതവിടെ തന്നെ വെച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എന്ത് തോന്നുന്നു, ഇഷ്ടമായോ? എന്തായാലും ഞാൻ ചെയ്തത് വെച്ച് എനിക്ക് കുറച്ചധികം നേരം ഞാൻ കഷ്ടപ്പെട്ട് ചെയ്തൊരു വർക്കാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒന്ന് ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കണേ. സീ യു.